കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തോളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചു. ഞാൻ ഓർപ്പിച്ച പോലെ ഇന്ത്യ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ 79 വർഷമായിട്ടും ഇന്നും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരനുഭവത്തിലൂടെയാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം സ്വാതന്ത്ര്യ അനുഭവങ്ങളിലേക്ക് ദൈവം നടത്തേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ എഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് ഗോഗിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ്. ഇതുവരെ നിവർത്തിക്കപ്പെടാത്ത പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ട പ്രവചന ഭാഗമാണിത്. ഗോഗ് ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയത്തക്ക നിലയിൽ വേദപുസ്തകത്തിൽ നിന്ന് യാതൊരു തെളിവുകളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഗോഗിനോട് യഹോവയുടെ അരുളപ്പാട് ലഭിക്കുന്നു. ഗോഗിനോട് ചേർന്ന് 7 രാജ്യങ്ങളെ നമുക്ക് കണ്ടു. ഇവർ സഖ്യകക്ഷികളായി തീരുന്നു. ഗോഗിന്റെ ഹൃദയത്തിനകത്ത് ഒരു താല്പര്യമാണ്, ഇസ്രായേലിനെ ആക്രമിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അതിന്മേൽ ഇടപെടുന്നതും മറ്റൊരു പ്ലാനിലേക്ക് അവനെ ദൈവം കൊണ്ടുവന്ന് അവനിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ദൈവം ഒരിക്കലും അവനെ വലിച്ചിഴച്ച് യുദ്ധം ജയിച്ചതല്ല. പിന്നെയോ അവൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, ആക്രമിക്കണമെന്ന്. എന്നാൽ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം നൽകി, അതിനൊരു മെത്തേഡ് നൽകി, ഒരു സ്ട്രാറ്റജി നൽകി ആ നിലയിൽ ദൈവം നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചില ഭാഗങ്ങൾ പഠിച്ചു വന്നപ്പോൾ അവന് വേണ്ടി അവൻ കടന്നു വരുന്നതും അവനെക്കുറിച്ച് പറയുന്നത് ഒരു പ്രഭുവായിട്ടാണ് വിളിച്ചു പറയുന്നത്. റോഷ്, മേശക്, തൂബൽ എന്നീ രാജ്യം എന്നിവരുടെ പ്രഭുവായ ഗോഗ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ റോഷക് എന്ന് പറഞ്ഞാൽ റഷ്യയാണെന്നൊക്കെ പറയുന്നുണ്ട് ശബ്ദ ഉച്ചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ നമുക്ക് എടുത്തു പറയുവാൻ യാതൊരു തെളിവുകളും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇല്ല. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, വേദപുസ്തകത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായി മുൻകാലങ്ങളിൽ പലരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. പലരും ഇസ്രായേലിന്റെ ശത്രുക്കളായി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരാരുമല്ല ഇതൊന്നും. ഇത് പുതിയ ഒരു ഇസ്രായേലിന്റെ ശത്രുവായിട്ടാണ് ഗോഗിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാബിലോണും ഈജിപ്റ്റും മോവാബും അമ്മോന്യരും അമാലേക്യരും തുടങ്ങിയവരൊക്കെ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു. എന്നാൽ ഈ പറയുന്ന കൂട്ടത്തിൽ ഗോഗ് എന്ന് പറഞ്ഞ പുതിയ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്, പഴയതല്ല. അവൻ്റെ സഖ്യകക്ഷികളുമായി യുദ്ധത്തിന് വരാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ആ 11ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്,
നീ ഒരു നിരൂപായം, യഹോവയെ ദൈവം പറഞ്ഞ് നിരൂപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമമുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ ശേഖരിക്കപ്പെട്ടും കന്നുകാലികളുടെ ധനത്തെ സമ്പാദിച്ചും എന്നിങ്ങനെ പറയപ്പെടുന്ന ആ രാജ്യത്തെ നീ ആക്രമിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളെ ഈ പറയപ്പെട്ട പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ഇസ്രായേലിനെയാണ് ഇവൻ ആക്രമിക്കാൻ പോകുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അവിടെ ഞാൻ പറയുന്നുണ്ട്, നമുക്കറിയാം യഹൂദന്മാർ പൂർണ്ണമായി തകർന്നടിഞ്ഞു പോയവരാണ്. AD 70 അവരുടെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ആലയം പൂർണ്ണമായും നശിപ്പിച്ചു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ഇടിച്ചു കളയുമെന്ന് പറഞ്ഞതുപോലെ തന്നെ AD 70 കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത നിലയിൽ അടിത്തറ വരെ ഇളക്കി മറിച്ചു. ആ നിലയിൽ നശിപ്പിക്കപ്പെട്ടു. AD 130 ആയപ്പോഴേക്കും പൂർണ്ണമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു, വലിച്ചെറിയപ്പെട്ടു. വലിച്ചെറിയപ്പെട്ട സ്ഥാനങ്ങളിൽ അവരെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. അവർ ചൂഷണം ചെയ്യപ്പെട്ടവരായി മാറി. അവരെ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പുതിയ ബുദ്ധിമാന്മാരായിരിക്കുന്ന ചെറുപ്പക്കാരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നവരാക്കി തീർത്തു. നമുക്കറിയാം, ഹിറ്റ്ലറെ പോലെയുള്ളവർ കയ്യിൽ കിട്ടിയപ്പോൾ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നുമുടിച്ചു. അങ്ങനെയുള്ള ജാതികളുടെ ഇടയിൽ ചെതറപ്പെട്ടു പോയി. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഈ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു, വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങളായി മാറി. പൂർണ്ണമായും എന്നേക്കുമായി അത് തകർന്നടിഞ്ഞ് അങ്ങനൊരു സ്ഥലം പോലും ഇല്ലാത്ത, ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം പോലും ഇല്ലാത്ത നിലയിലേക്ക് മാറിയെങ്കിലും അവർ വീണ്ടും അവരെ തിരഞ്ഞെടുക്കപ്പെടും, ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നു. അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വീണ്ടും ആ രാജ്യം കിട്ടുന്നു. അവരതിൽ താമസം ആരംഭിക്കുന്നു. ഇവിടെ വായിക്കുന്നത്, കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച് ഭൂമിയുടെ മധ്യ വസിക്കുന്നവർ. ഇസ്രായേൽ താമസം ആരംഭിച്ചു, അധിക നാളായിട്ടില്ല. സ്വതന്ത്ര രാഷ്ട്രത്തിന് ആയത് 1948 സ്വതന്ത്ര രാഷ്ട്രമാകുന്നത്. ഇന്ന് ലോകത്തിൽ ടെക്നോളജിക്കലായി കാർഷികപരമായും എല്ലാ നിലകളിലും ഉന്നതി പ്രാപിച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിൽ അവർ പലതരത്തിലുള്ള ഇൻവെൻഷനിലൂടെ കണ്ടുപിടുത്തങ്ങളോട് പുതിയ ബ്രീഡുകൾ മൃഗങ്ങളിലും കാർഷിക മേഖലകളിലും കണ്ടുപിടിച്ചിട്ട് മേത്തരമാകുന്ന കൃഷികൾ വിളയിക്കുന്നു. അങ്ങനെ ആ നിലയിൽ ടെക്നിക്കൽ പരമായി ഉന്നതമാകുന്ന നിലയിൽ ഇപ്പൊ എല്ലാ മേഖലകളിലും അവർ വളർന്നു. അപ്പൊ ഈ വളർച്ച കണ്ടിട്ടാണ് ഗോഗ് ഇവരെ ആക്രമിക്കുവാൻ വേണ്ടി പരിപാടിയിടുന്നത്. അവർ ഭൂമുഖത്തു നിന്ന് എന്നേക്കുമായി ചിതറപ്പെട്ടു പോയി. വീണ്ടും ആദ്യയിടയിൽ ശേഖരിക്കപ്പെട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ വന്നപ്പോൾ അവർ ധനം സമ്പാദിച്ചു. കന്നുകാലികളും കാർഷികമായിരിക്കുന്ന വിളവുകളൊക്കെ ഉണ്ടാക്കി ധാരാളം ധനം സമ്പാദിച്ചു. ഒരു നല്ല
ധനമുള്ള സമ്പത്തുള്ള രാഷ്ട്രമായി മാറ്റപ്പെടുന്നു. അത് വാസ്തവത്തിൽ ഇസ്രായേലാണ്. അത് ഇസ്രായേലിൻ്റെ ഈ കാലഘട്ടമാണ്. അപ്പോൾ അവൻ്റെ ആ വളർച്ച കണ്ടിട്ടാണ് ഗോഗ് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഗോഗ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ ഉള്ളവരെ കൂടെ അവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്, അവൻ വിളിക്കുന്നുണ്ട്. നമ്മൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചു. ഈ 7 രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഒരു സൈഡിൽ ഇന്നത്തെ ഇറാൻ, മറു സൈഡിൽ ഇന്നത്തെ ആയിരിക്കുന്ന സിറിയയുള്ള രാജ്യം, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇസ്രായേലിൻ്റെ 4 ഭാഗത്തും ഈ സഖ്യകക്ഷിയിൽപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. അതിന് നടുവിലാണ് ഇസ്രായേൽ പാർക്കുന്നത്. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും, മുൻപ് പറഞ്ഞ രോഷ, മേശക, തൂബൽ, അങ്ങനെ 4, 3, 7 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഇവരെ ആക്രമിക്കാൻ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഇറാൻ, ഇന്നത്തെ ഇറാൻ, പേർഷ്യ, അത് ഇന്നത്തെ ഇറാന്റെ ഭാഗമാണ്. മറു സൈഡിൽ നാം പഠിച്ചിരുന്നു ലിബിയ ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ തുർക്കി പോലുള്ള രാജ്യം. ഇങ്ങനെ 4 ഭാഗത്തും ഈ പറയപ്പെട്ട സഖ്യകക്ഷികൾ കിടക്കുകയാണ്. ഇനിയും ഈ യുദ്ധത്തിന് വരാൻ പോകുന്നവർ എവിടെ നിന്നാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇവർ വരുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ വരുമെന്നാണ് പറയുന്നത്. ഇനി അതിൽ സന്തോഷിപ്പിച്ച 1-2 പദങ്ങളുണ്ട്. അവിടെ എടുത്തു പറയുന്നു, യഹോവയായ ദൈവം പറയുകയാണ്. ആ 11-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ജാതികളുടെ ഇടയിൽ ശേഖരിക്കപ്പെട്ടു, അവിടെ ഭൂമിയുടെ മധ്യ വസിച്ചു വിരിക്കുന്ന ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിന് ഭൂമിയുടെ മധ്യഭാഗം, ഭൂമിയുടെ മധ്യഭാഗം എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് നിലയിലാണ് ഭൂമിയുടെ മധ്യഭാഗം എന്ന് പറയുന്നത്? ഈ റാബിനിക് ലിറ്ററേച്ചറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: the land of Israel as the navel of the world. ലോകത്തിൻ്റെ പുക്കിൽ കൊടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് റാബിനിക് ലിറ്ററേച്ചറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു സൈഡിൽ. രണ്ടാമത് നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന് ദൈവം ശാശ്വത അവകാശമായി കൊടുത്തതാണ് കനാൻ നാട്. ആ കനാൻ നാട്ടിൽ പാർക്കുമ്പോൾ അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ അബ്രഹാമിനെ യഹൂദന്മാർ അവരുടെ പിതാവായി കാണുന്നു. യഹൂദ മതം അബ്രഹാമിനെ പിതാവായി കാണുന്നു. ക്രൈസ്തവ മതം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി കാണുന്നു. ഇസ്ലാം മതവും അവിടെ ഒരു പ്രധാന നബിയായി അബ്രഹാമിനെ കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ 3 മതങ്ങളും
ഉത്ഭവിച്ചിരിക്കുന്ന അബ്രഹാമിൽ നിന്നാണ്. അപ്പം അങ്ങനെയെങ്കിൽ ആ സ്ഥലം സകല ജാതികളെ ഒട്ടുമിക്കാലും ജനത്തിൻ്റെയും ഒരു സെൻട്രൽ പ്ലേസ് ആണ്. അതുകൊണ്ട് യഹൂദന്മാർ എവിടെ പോയാലും അവിടെ നാട് മറക്കത്തില്ല, ആ രാജ്യം വിസിറ്റ് ചെയ്തിരിക്കും. ക്രൈസ്തവർ അവരെ പുണ്യഭൂമിയായി കണ്ട് അവിടെ ആളുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇസ്ലാമും അതിനു വേണ്ടിയാണ്, പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കിടന്ന് നടക്കുന്ന മുഴുവൻ. അങ്ങനെ ആ നിലയിൽ ഇത് മധ്യഭാഗമാണ്, കേന്ദ്രമാണ്. മറ്റൊന്ന്, അബ്രഹാമിന് ദൈവം പറഞ്ഞു, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ തലമുറയാകുന്ന ഇസ്രായേലോടും പറഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്കൊരു പ്രകാശമാക്കി വച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള മറ്റ് ജാതികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമാക്കി വച്ചിരിക്കുന്ന ഇസ്രായേലാണെങ്കിൽ, അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കാരണം ഇസ്രായേലാകിയാൽ അത് മധ്യമായി സെൻട്രൽ പാർക്കുന്നു. ഇവിടെ നിന്ന് 4 ഭാഗത്തേക്കും ദൈവിക അനുഗ്രഹങ്ങളും പ്രകാശങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ നിലയിൽ ഇത് ഭൂമിയുടെ മധ്യഭാഗമാണ്. മറ്റൊന്ന്, നമ്മുടെ കർത്താവ്, ലോകരക്ഷകനായ കർത്താവ് ജനിച്ചത് ഇവിടെയാണ്, ജീവിച്ചത് ഇവിടെ, മരിച്ചത് ഇവിടെ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവിടെ. അങ്ങ് ലോകരക്ഷകൻ ലോകത്തിന് രക്ഷകനായി ജനിച്ച് വളർത്തപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്ഥലം യെരുശലേം അഥവാ ഇസ്രായേലാകിയാൽ ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും രക്ഷയുടെ ദൂത് എത്തിയത് ഇവിടെ നിന്നാണ്. ലോകത്തിന് 4 ഭാഗങ്ങളിലേക്കും രക്ഷയുടെ ദൂത് എത്തിയത്, രക്ഷയുടെ മാർഗങ്ങൾ എത്തിയത്, രക്ഷാ സന്ദേശം എത്തുന്നത് ഇസ്രായേലിൽ നിന്നാകിയാൽ ആ നിലയിൽ ഇത് മധ്യപ്രദേശമാണ്. ഇത് കേന്ദ്രമാണ്, ഭൂമിയുടെ കേന്ദ്രമാണ്. ഇങ്ങനെ ഈ നിലകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമി, ഇസ്രായേൽ രാഷ്ട്രം, അതൊരു കേന്ദ്രമാണ് എന്ന് പറയാം. ആത്മീയമായി നോക്കുമ്പോൾ രക്ഷയുടെ ദൂത് ആരംഭിച്ചത് അവിടെ നിന്നാണ്. രക്ഷകൻ പിറന്നത് അവിടെ. രക്ഷകനായി ലോകത്തിന് മുമ്പിൽ യാഗമർപ്പിക്കപ്പെട്ട സ്ഥലം അവിടെ. ഈ നിലകളിൽ നോക്കുമ്പോൾ ഇസ്രായേൽ മധ്യപ്രദേശമായി അഥവാ കേന്ദ്രപ്രദേശമായി കാണാൻ കഴിയും. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയുടെ മധ്യഭാഗം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനിയും അതിൻ്റെ 15-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 12 എഗസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 13 മുതൽ വാക്യം വായിച്ച്. ശെബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നതെന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയനായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും
ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമുദ്രവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന്റെ നേരെ വരുത്തും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി നടത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? ഓക്കെ, ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 3 രാജ്യങ്ങൾ ശേബ, ദദാൻ, തർസീസ്. ഈ വ്യാപാരികൾ ലോകത്തുള്ള വ്യാപാരികൾ ഗോഗിൻ്റെ ഉദ്ദേശത്തോടെ അവർ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോഗ് ആക്രമിക്കാൻ പോകുന്നു, ഇസ്രായേലിനെ ആക്രമിക്കും, തന്നിമിത്തം ഞങ്ങൾക്ക് അതിൽ നിന്നൊരു വലിയ ഒരു നേട്ടമുണ്ടാകും എന്നിങ്ങനെയുള്ളതായ ചിന്താഗതിയോടുകൂടെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന ശേബ, ദദാൻ, തർശീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യാപാരികൾ ഗോഗിൻ്റെ ഉദ്ദേശത്തെ വളരെ ലക്ഷ്യത്തോടെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. ഗോഗ് ഇസ്രായേലിനെ തകർത്ത് അതിനെ കീഴടക്കിയാൽ അവർക്ക് നല്ലൊരു പ്രയോജനം ലഭ്യമാകും എന്ന് കരുതിയിരിക്കുകയാണ്. എൻ്റെ മുമ്പുള്ള അധ്യായം നമ്മൾ തർശീസിനെ കുറിച്ച് കണ്ടതാണ്. നമ്മൾ ഇസ്രായേൽ തകർക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് കുറെ കൂടെ മേന്മയും ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ലോകത്തിലെ സകല വേൾഡ് മാർക്കറ്റും ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിലായിരിക്കാം. ഇസ്രായേൽ തകർന്നു കഴിയുമ്പോൾ ആ മാർക്കറ്റുകളൊക്കെ അവർക്ക് പിടിച്ചെടുക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ആരെങ്കിലും തകർക്കണം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണ് ഗോഗ് തൻ്റെ സഖ്യ കക്ഷികളുമായി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുന്നത്. അതുകൊണ്ട് നന്നായി ഓർക്കുക, ഇന്ന് ഇസ്രായേലോട് യുദ്ധം ചെയ്യുന്ന മുഴുവൻ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കുവാൻ വേണ്ടിയാണ്, തകർക്കുക. ലോകത്തിലെ സകല ടെക്നോളജിയും അവൻ്റെ കയ്യിലുണ്ട്. ലോകത്തിലെ സകല മാർക്കറ്റുകളിലും അവൻ്റെ സാധനം വിപണിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അവൻ്റെ വളർച്ച കണ്ടിട്ടാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത് ഇന്നും. അങ്ങനെയെങ്കിൽ ഗോഗിന്റെ നേതൃത്വത്തിൽ യുദ്ധം വരുന്നതും അവൻ്റെ വളർച്ച, സമ്പത്ത്, ധനം, വ്യാപാരം തുടങ്ങിയവ കണ്ടിട്ട് അതിൽ തകർക്കുവാൻ വേണ്ടിയാണ് ഗോഗ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവിടെ ആ രാജ്യങ്ങളെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. ആ രാജ്യത്തെ ശക്തമായി നയിച്ചവരും ഒരുപക്ഷെ രാജകുമാരന്മാരോ അല്ലെങ്കിൽ വ്യാപാര സമൂഹത്തിൻ്റെ അകത്ത് ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു വാണിജ്യ സാമ്രാജ്യത്തിൻ്റെ അകത്തെ വലിയ വ്യാപാരികളായിരിക്കാം ആ ഭാഗത്തെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. 15-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. അങ്ങനെയെങ്കിൽ ഗോഗിന്റെ സ്ഥലം ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള രാജ്യമാണ് എന്നാണ് ഈ പ്രവചന പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വടക്കേ അറ്റത്തുള്ള രാജ്യമായ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഗോഗ്
എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് യുദ്ധത്തിന് വരുമെന്ന് ഈ 15-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നു. അവിടെ എടുത്തു പറയുന്നു, വടക്കേ മഹാസൈന്യവുമായി വരുമെന്ന്. മഹാസൈന്യം ഉദ്ദേശിക്കുന്ന അവിടുത്തെ 7 രാജ്യങ്ങൾ. ഈ 7 രാജ്യങ്ങളുടെ സൈന്യവും അതിൻ്റെ കുതിരപ്പടകളും അതിൻ്റെ എല്ലാവിധമാകുന്ന സന്നാഹങ്ങളുമായി നീ വടക്കു നിന്ന് വരും എന്ന്, നിന്റെ ദിക്കിൽ നിന്ന് വടക്കു നിന്ന് വരുമെന്ന് പറയുന്നതിനാൽ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് ഗോഗിന്റെ ഉത്ഭവം. ഗോഗ് നിശ്ചയിക്കപ്പെട്ട സമയം ഇസ്രായേലിനെ ആക്രമിക്കുമെന്നോ നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു വലിയ കാര്യം നടക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം തൻ്റെ ജനത്തെ സംരക്ഷിക്കുക എന്നതാണ്. ദൈവം ഗോഗിനെ പരാജയപ്പെടുത്തും. ലോകത്തിലെ രാജ്യങ്ങൾ അത് കാണും. ഈ ഗോഗിനെ ഇങ്ങോട്ട് യുദ്ധത്തിലേക്ക് നയിക്കുമ്പോൾ ആ സെയിം ടൈമിൽ തന്നെ യഹോവയായ ദൈവം പറയുന്ന 3 പദപ്രയോഗങ്ങൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഒന്ന് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ. 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ. 16-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, എൻ്റെ ദേശത്തിൻ്റെ നേരെ. നോക്കണം, ഗോഗിനെയും കൂട്ടരെയും ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുക്കി വിടുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉറച്ചിരിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ജനമായ ഇസ്രായേൽ. പിന്നെ പറയാം, എൻ്റെ ജനമായ ഇസ്രായേൽ. തീർന്നില്ല. എനിക്ക് കുറെ കൂടെ സന്തോഷം തോന്നുന്നത്, എൻ്റെ ദേശത്തിൻ്റെ നേരെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജനം വസിക്കുന്ന ദേശം ദൈവത്തിൻ്റെ ദേശമാണ് എന്ന് യഹോവയായ ദൈവം അടിവരയിട്ട് പറയുകയാണ്. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത് തൻ്റെ ജനം വസിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദേശമാണ്. അതുകൊണ്ട് ആരെല്ലാം ഇത് പിടിച്ചു പറിക്കാൻ, തകർക്കുവാൻ, നശിപ്പിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം, എൻ്റെ എന്ന് പറയുമ്പോൾ ആ പദപ്രയോഗത്തിൽ വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായ ഒരു ആഴത്തുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ അത് കാണിക്കുന്നു. ജനവും ജനം വസിക്കുന്ന സ്ഥലവും ദൈവത്തിൻ്റെതാണ്. ഇവിടെ ഗോഗ് ചിന്തിച്ചിരിക്കുന്നുണ്ട്, പട്ടണത്തിന് മതിലുകളില്ല. അങ്ങനെ അവൾ വായിച്ചല്ലോ. അവിടുത്തെ സ്ഥലങ്ങൾക്ക് മതിലുകളില്ല. അതുകൊണ്ട് ഈസിയായി ചെന്ന് അതിനെ ആക്രമിക്കാമെന്നാണ് ഗോഗും കൂട്ടരും ചിന്തിച്ചിരിക്കുന്നത്. മതിലുകളില്ല എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിലുള്ളതായ പ്രതിരോധ ശക്തി അതിനില്ല. അവർ സമാധാനത്തിൽ കഴിയുകയാണ്. അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല. അവർ സമാധാനത്തിൽ കഴിയുകയാണ്. വലിയ പ്രതിരോധങ്ങളില്ല എന്നൊക്കെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഗോഗും കൂട്ടരും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. എന്നാൽ ഗോഗിന് മനസ്സിലായിട്ടില്ല അതിനിയും മതിലുകളില്ലെങ്കിലും
അതിന് ഗേറ്റുകളില്ലെങ്കിലും സക്കറിയ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും ഒരു തീമതിലായിരിക്കുമെന്ന്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ ദേശത്തിന് ചുറ്റും ഒരു മതിലായിരിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ ജനമായ ഇസ്രായേൽ, എൻ്റെ ദേശമാകുന്ന ഇസ്രായേൽ, അതിന് മതിലുകളില്ല എന്ന് ഗോഗെ നിനക്ക് തോന്നിയാലും അതിൻ്റെ മതിൽ തീമതിലാണ്. യഹോവയായ ദൈവം തന്നെ പണിതിരിക്കുന്ന ഒരു തീമതിലാകിയാൽ അതിനെ തച്ചുടയ്ക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ഈ പ്രവചന ഭാഗത്തു നിന്ന് വിളിച്ചു പറയാൻ മനസ്സിലാക്കാൻ കഴിയുന്നതേ, ജനം എത്രയെല്ലാം ദൈവത്തിൽ അകന്നുപോയാലും ദൈവം നൽകിയ ഉടമ്പടി പ്രകാരം അവർ എന്നും ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം അവർക്ക് കൊടുത്ത നാട് അത് കാലഹരണപ്പെട്ടു പോയാലും, അത് ശൂന്യമായി പോയാലും, അതിൻ്റെ പൂർണ്ണ പവർ ഓഫ് ഓട്ടോണമി, അതിൻ്റെ പൂർണ്ണ അധികാരം ദൈവത്തിനുള്ളതാണ്. എങ്ങനെയെങ്കിൽ അതിന് ചുറ്റും തീമതിലായി യഹോവയായ ദൈവമുണ്ട് എന്ന് സെഖര്യാവിന്റെ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവത്തിന് സ്വന്തം ജനമാകുന്ന ഇസ്രായേലും അവന് വേണ്ടി കൊടുത്ത ഭൂമിക്കും ദൈവം എൻ്റേതെന്ന് പറയുമ്പോൾ, അതിനു ചുറ്റും ദൈവം ഒരു തീമതിൽ സൃഷ്ടിക്കുമ്പോൾ, കാൽവറിയിൽ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, തൻ്റെ ക്രൂശിലെ സ്നേഹത്തിലൂടെ ആകർഷിക്കപ്പെട്ട് അവൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന എനിക്കും നിനക്കും ഓർത്ത് സ്തോത്രം പറയുവാൻ ഒരു കാര്യമുണ്ട്. നാം അവൻ്റെ സ്വന്തമാണ്. അങ്ങനെങ്കിൽ ഇസ്രായേലിനെ നോക്കി എൻ്റെ ജനമായ ഇസ്രായേൽ എന്ന് പറയുന്നു എങ്കിൽ, നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ കർത്താവ് ഭയങ്കര ഉത്തരവാദിത്തോട് പറയുന്നുണ്ടായിരിക്കാം, എൻ്റെ ദാസൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ജനമെന്ന് പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ നാം എവിടെ പാർത്താലും എവിടെയായിരുന്നാലും ഓർത്തുക, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാം പാർക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് ദൈവത്തിൻ്റെതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ അതിന് വലിയ പ്രതിരോധങ്ങളില്ല എന്ന് ഗോഗിനെ പോലെ ശത്രുക്കൾ ചിന്തിച്ചാലും, അതിന് ചുറ്റും തീമതിലായി യഹോവയായ ദൈവം ഒരു മതിൽ തീർത്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ അവർക്കൊരു മതിലായിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെ സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഞാനും നീയും ദൈവത്തിന് സ്വന്തമാണെങ്കിൽ നമുക്ക് ചുറ്റും മതിലുണ്ട്. അത് മറ്റുള്ളവർ കാണാൻ കഴിയത്തില്ല. അത് ദൈവത്താൽ പണിതിരിക്കുന്നൊരു തീമതിലാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുക. എൻ്റെ ഭവനത്തിന് ചുറ്റും ഒരു തീമതിലുണ്ട്. എൻ്റെ ആയിരിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിന് ചുറ്റും ഒരു തീമതിലുണ്ട്. എൻ്റെ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ചുറ്റും തീമതിലുണ്ട്. എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും എനിക്കൊരു തീമതിലുണ്ട്. അതുകൊണ്ട് ആർക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണമായും ദൈവമക്കൾ വിശ്വസിക്കുക. അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത്, അത് എൻ്റെ ജനമാണ്, എൻ്റെ ദേശമാണ്. അതിനെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ഏതെല്ലാം ശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റ് വന്നാലും ഇസ്രായേലിനെ തൊടുവാൻ കഴിയത്തില്ല. ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ് എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അതുകൊണ്ട് നാം അവൻ്റെ സ്വന്തമാണെങ്കിൽ ദൈവം നമ്മെ പരിപാലിക്കും, ദൈവം നമ്മെ സൂക്ഷിക്കും, ദൈവം നമ്മെ നടത്തും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കതിനെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ. ഓക്കെ, ഇവിടെ അടുത്തൊരു ഭാഗത്തേക്ക് നീക്കുകയാണ്. 17-ാമത്തെ വാക്യം ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അളവിലേക്ക്. യെഹെസ്കേലിന് മുൻപ് ഒരു പ്രവാചകനും ഗോഗിന്റെ പേരെടുത്ത് ആരും പ്രവചിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ലോകാവസാനത്തെക്കുറിച്ചും ഒരു യുദ്ധം നടക്കുന്നതിനെക്കുറിച്ചും പല ഭാഗത്തും പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗോഗിന്റെ പേര് യെഹെസ്കേലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ടു മുമ്പുള്ള സംഭവങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിലെ പല പ്രവാചകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ ഗോഗ് ആക്രമിക്കും, യഹോവ ദൈവം പറഞ്ഞു, ഞാൻ വളരെയധികം കോപിക്കും, ഞാൻ ഗോഗിനോട് എതിർക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നീ നിന്നോടൊപ്പമുള്ള അനേകം ജനങ്ങളും വടക്കേ അറ്റത്തു നിന്ന് നിന്റെ സ്ഥലത്ത് നിന്ന് തന്നെ വരും എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സ്ഥലത്ത് ഗോഗും അവനോടൊപ്പമുള്ള സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ വരും എന്ന് ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് ഏത് കാലഘട്ടത്തിൽ നടക്കും എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു, ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ കേട്ടിട്ട് ഈ ദിവസങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുമെന്ന് ഈ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു കൂട്ടരുടെ അഭിപ്രായം. നമ്മൾ നന്നായി പരിശോധിച്ചു വരുമ്പോൾ മറ്റൊരഭിപ്രായമുണ്ട്. മറ്റൊരഭിപ്രായം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ മഹത്തായ രണ്ടാം വരവിന് മുമ്പുള്ള രണ്ടാം വരവെന്ന് പറയുമ്പോൾ ആദ്യത്തെ മേഘപ്രത്യക്ഷതയല്ല, രണ്ടാമത് കർത്താവ് തന്നെ തൻ്റെ മക്കളുമായി ഇറങ്ങി വരുന്ന ആ രണ്ടാം വരവ്. ആ രണ്ടാം വരവിന് തൊട്ട് മുൻപ് തൻ്റെ സഭയുടെ എടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന 7 വർഷത്തെ ഒരു മഹാപീഡന കാലഘട്ടമുണ്ട്. സഭയുടെ എടുക്കപ്പെട്ടതിന് ശേഷം ആരംഭിക്കുന്ന മഹാപീഡന കാലഘട്ടം അത് 7 വർഷമാണ്. ആ 7 വർഷത്തിൻ്റെ അവസാനം കർത്താവ് തന്നെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരും എന്ന് സക്കറിയ പ്രവചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഒരു യുദ്ധം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് 7 വർഷത്തെ മഹാപീഡന കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ നടക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇത് എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. മറ്റു ചില അഭിപ്രായപ്പെടുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ അവസാനമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളും സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ചൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഈ
മഹാപീഡന കാലഘട്ടത്തിൻ്റെ അവസാന സമയം നടക്കുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധമായിരിക്കാം ഈ ഗോഗ് യുദ്ധം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന് 17-12 വാക്യവും യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന് 17-20 വാക്യങ്ങളും തമ്മിൽ നോക്കുമ്പോൾ വളരെ സാമ്യമുള്ളതായി കാണാം. സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. ദൈവം അനുവദിച്ച് അടുത്ത ആഴ്ച ഞാൻ വായിക്കാം. ഇത് രണ്ടും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും മഹാപീഡ കാലഘട്ടത്തിൻ്റെ അവസാനം നടക്കാൻ പോകുന്ന യുദ്ധമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാത്രിയിൽ നാം പഠിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന സ്ഥാനത്തു നിന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിവർത്തിക്കപ്പെടും. മറ്റൊന്ന്, എവിടെ പോയി പാർത്താലും എവിടെയായിരുന്നാലും നാം ദൈവത്തിന് സ്വന്തമാണെങ്കിൽ എന്നും അവൻ നമുക്ക് തീമതിലായിരിക്കും എന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. ഇതെല്ലാം നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. ആ കൂട്ടത്തിൽ നമുക്ക് കാണണം. അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.